ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ഇരുമ്പിൻ്റെ റാക്കിനെ കൊണ്ട് നമുക്കൊരു പക്ഷിക്കൂട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ തിരിയും, ഇതിന് നീളമുണ്ട് പക്ഷേങ്കിൽ നല്ല വീതി നമുക്കില്ല. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചറിലുള്ള ഈ ഒരു സാധനത്തിന് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു വലിയൊരു പക്ഷിക്കൂട് തന്നെ ആക്കിയിട്ട് മാറ്റും, നല്ല വീതിയുള്ളൊരു പക്ഷിക്കൂട് ആക്കിയിട്ട് എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ചെറിയ സപ്പോർട്ട് തരിക. അപ്പോൾ ഇനി ഒട്ടും സമയങ്ങൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്കിത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നട്ടും ബോൾട്ടെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമുക്കിത് മൊത്തമായിട്ട് പെയിൻറ്റ് അടിക്കണം. കാരണം തുരുമ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്, ഇനി മഴയെല്ലാം പെയ്യുന്ന സമയമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഊരിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഈ റാക്കിൻ്റെ മുകളിലുള്ള എല്ലാ നട്ടും ബോൾട്ടും നമ്മൾ ഊരിയിട്ടെടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മൾ കുറച്ച് നട്ടും ബോൾട്ട് വാങ്ങുകയും കൂടി ചെയ്തിന് കുറച്ച്, അഥവാ ഇൻ കേസ് തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നട്ടും ബോൾട്ടും കൂടി വാങ്ങുകയും കൂടി ചെയ്തിന്. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തമായിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കണം. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അവിടെ വൃത്തിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റാക്കിൻ്റെ പെയിൻ്റ് അടിയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മരത്തിൻ്റെ ഒരു പീസും കൂടി വേണം, എന്നാൽ ഇവർക്കെല്ലാം കയറിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റാക്കിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു റാക്കാണ് നമ്മൾ നേരത്തെ കണ്ടത്, ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു റാക്കിൻ്റെ മുകളിലാണ് നമ്മളെ കമ്പി വരുന്നത്. പക്ഷേ ഇതിപ്പോൾ മാറ്റി കുറച്ചും കൂടി വീതി കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് റാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ കമ്പി വെച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടി നമുക്ക് അതിൻ്റെ അറ്റത്തെല്ലാം ഒരുപാട് ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടെല്ലാം വളരെ എളുപ്പത്തിൽ ജസ്റ്റ് നട്ടും ബോൾട്ട് ഇട്ട് കൊടുക്കുകയും വേണ്ട, വേറെ ഡ്രില്ലിങ് മെഷീനോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഒരുപാട് ഹോൾസ് ഇതിൻ്റെ ആടിയിടെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ നട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റാക്കി കൊടുക്കുകയും വേണ്ട. നമുക്ക് ഒരു അറ്റത്ത് ഇപ്പോൾ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി മറ്റേ അറ്റവും നമുക്ക് ടൈറ്റാക്കാം. ഇപ്പം നമുക്ക് കുറച്ചും കൂടി വീതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വീതി ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നം നമുക്ക് പോയി കിട്ടി. ഇനി നമുക്ക് പഴയ പോലെ തന്നെ നമ്മൾ റാക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നട്ടും ബോൾട്ടും വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം.
എന്ന് വെച്ചാൽ നെറ്റ് അടിക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. നെറ്റ് അടിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പെട്ടെന്നൊന്നും തീരുമില്ല, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ നെറ്റിൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം രാത്രി കഴിഞ്ഞ് നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു PVC പൈപ്പ് വെച്ച് കണക്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ചെറിയൊരു ഗ്യാപ്പുകളെല്ലാം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാമ്പോ അങ്ങനത്തെ ഇതൊന്നും കയറേണ്ടതെന്ന് വെച്ചിട്ട് ഒരു PVC പൈപ്പ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 സൈഡിലും, അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോളൊരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. ഇനി നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാം. അപ്പോൾ രാവിലെ ഇനി കുറച്ച് പെയിൻറ്റിങ് പണിയും കൂടിയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വെക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിനകത്തൊരു ഡോറ് നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല. മൊത്തമായിട്ട് നമ്മൾ നെറ്റടിക്കുക ചെയ്തത്. അപ്പോൾ ഡോറ് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഡോറ് സെറ്റാക്കൽ തന്നെയാണ് നമ്മൾ അടുത്ത പണി. അപ്പോൾ ഡോറ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് നമ്മളതിൽ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുറവ് വന്നുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡോറുണ്ടാക്കിയത്. അപ്പോൾ അതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമെല്ലാം ആയതുകൊണ്ട് നമുക്കിപ്പോൾ അത് മാറ്റാനും പറ്റില്ല. നമുക്കിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സീസണെല്ലാം കഴിഞ്ഞിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റണം. അപ്പോൾ അതുവരെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ നമ്മൾ ഉണ്ടാക്കി അതിലും വലിയൊരു നെറ്റ് വെച്ചിട്ട് നമ്മളത് കവർ ചെയ്ത്, ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള അറ്റത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കമ്പി വെച്ചിട്ട് ടൈറ്റാക്കി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കമ്പി വെച്ചിട്ട് സാധാരണ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തൊരു ഡോറാണിത്. അപ്പോൾ ഇതെന്തായാലും മാറ്റണം, ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് മാറ്റണം. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളിതിപ്പോൾ ഈ ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിയത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 4 സൈഡ് നമ്മൾ PVC പൈപ്പിനെ കൂടെ നമ്മളൊരു കവറിങ് കൂടി കൊടുത്തിട്ടുണ്ട്, കാരണം ഗ്യാപ്പൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളെ ഫിഞ്ചസിനെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫുഡ് അടിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഇത് മൊത്തമായിട്ട് ഇപ്പോൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ ചിലവ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 ഉറുപ്പ്യേൻ്റെ അണ്ടറിൽ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. നെറ്റിൻ്റെ പൈസയും പിന്നെ കമ്പീൻ്റെ പൈസയാണ് ഇപ്പോൾ ചിലവായത് മെയിൻലി. പിന്നെ ഒരു നെറ്റ് കട്ട് ചെയ്യുന്ന ഒരു കട്ടറിനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനൊരു 100-130 ഉറുപ്പ്യത്താണ് ഉണ്ടായത്. പിന്നെ പെയിൻറ്റിൻ്റെ പൈസ എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്ക് ഒരു 2000 ഉറുപ്പ്യേൻ്റെ താഴെയാണ് വന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു റാക്ക് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വലിയൊരു കൂടെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇൻ കേസ് അങ്ങനെ റാക്ക് ഇല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും ഐഡിയാസ്, അതായത് PVC പൈപ്പെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തുക.